എന്തായാലും നമ്മൾ മറ്റൊരു പ്രദേശവാസി, അതായത് മുണ്ടേരി വാസിയായിട്ടുള്ള അശോകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിനും ചില കാര്യങ്ങൾ പറയാനുണ്ട്, ചില മൃതദേഹങ്ങൾ. അശോകൻ കേൾക്കുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ അവിടേക്കും മൃതദേഹങ്ങൾ ഒഴുകിയെത്തി എന്നുള്ള തരത്തിലാണ് നമുക്കറിയാൻ സാധിച്ച വിവരം. എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനാകുന്നത്? ഇന്നലെ ഉണ്ടായ ഉരുൾപൊട്ടലില് ചാലിയാർപ്പുഴയുടെ മേൽഭാഗത്താണ് ഇങ്ങനെ മഴ പെയ്ത് വെള്ളം കൂടിയതൊക്കെ. അങ്ങനെ ചാലിയാർപ്പുഴയിൽ വെള്ളം വർദ്ധിച്ചതെന്നും മാത്രമല്ല, ഉരുൾപൊട്ടിയതിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി 10ഓളം മൃതദേഹങ്ങൾ നമുക്കിവിടെ ചാലിയാർപ്പുഴയുടെ തുടങ്ങുന്ന ഭാഗത്ത് വനാന്തരങ്ങളൊക്കെ ലഭിക്കുകയുണ്ടായി. അതില് ഹലോ 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 അശോകൻ പറഞ്ഞോളൂ. ഹലോ അതില് 6 മൃതദേഹങ്ങൾ ഇപ്പോഴും വനത്തിനകത്ത് കിടക്കുകയാണ്. ഇതുവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കാരണം അവിടെ പുഴയ്ക്ക് അക്കരെയാണ്, പുഴയിൽ നല്ല വെള്ളമുണ്ട്, അവിടെ പാലമില്ല. മാത്രമല്ല, ലഭിക്കുന്ന മൃതദേഹങ്ങളില് പകുതി ഭാഗങ്ങളൊക്കെ ഉള്ളൂ, അരയ്ക്ക് കീഴ്പോട്ട് ഇല്ലാത്ത തരത്തിലൊക്കെയാണ് നമുക്ക് ഫോട്ടോ ഒക്കെ നിന്ന് എടുക്കാൻ കഴിയുന്നത്. തീർച്ചയായും അവിടുന്ന് ഇപ്പോൾ തുടർന്നും അത്തരത്തിലുള്ള അവിടെയും അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വെള്ളപ്പൊക്കത്തിനോ അങ്ങനെ ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമാണോ ഇപ്പോൾ താങ്കൾ നിൽക്കുന്ന ഒരു മുണ്ടേരി പ്രദേശമാണെങ്കിലും? അത്തരത്തിൽ മഴ തുടരുന്നുണ്ടോ അവിടെയും? വടക്കൻ ജില്ലകളിലെല്ലാം മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, റെഡ് അലേർട്ട് ഉണ്ട്. എന്താണ് മുണ്ടേരിയിലെ ഒക്കെ ഇപ്പോൾ നിലവിലെ മഴയുടെ അവസ്ഥ എന്ന് പറയുന്നത്? ഇന്ന് രാവിലേക്ക് ശേഷം മഴയ്ക്ക് കുറച്ച് ശമനം വന്നിട്ടുണ്ട്. ചെറിയ തോതിലെ മഴയുള്ളൂ, വലിയ മഴ ഇല്ല. പുഴയിലെ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുഴയിലെ വെള്ളം കുറയുന്ന സമയത്ത് കരയ്ക്കടിയിൽ നിന്ന് മൃതദേഹങ്ങളാണ് കാണുന്നത്, ഇപ്പൊ തൽക്കാലം നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും അശോകൻ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലും കാണുകയാണ് ആ ഒരു മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്തരത്തിലാണ് അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഈ മൃതദേഹങ്ങൾ വന്നടിയുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്തരത്തിലാണ് അവിടെയും ഈ ഒരു പ്രവർത്തനത്തിന്റെ ഏകോപനമെല്ലാം നടക്കുന്നത്? പ്രവർത്തനത്തിന്റെ ഏകോപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 6 മൃതദേഹം കിടക്കുന്നത് വനത്തിനകത്താണ്. ആ വനത്തിനകത്തേക്ക് ആദിവാസികൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ. അവിടേക്ക് ഇപ്പോഴും ഇതുവരെ ആർക്കും എത്താൻ സാധിച്ചിട്ടില്ല. ഓ, തീർച്ചയായും. അതേപോലെ തന്നെ ഈ കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ വിവരങ്ങൾ? തിരിച്ചറിയാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത്രത്തോളം വികൃതമായ രൂപത്തിലാണ് നമുക്ക് മൃതദേഹങ്ങൾ കാണാൻ സാധിക്കുന്നത്. ചിലതിന് കൈയില്ല. 4 മൃതദേഹങ്ങൾ കണ്ടതിൽ 4നും അരയ്ക്ക് താഴോട്ട് കാണുന്നതേ ഇല്ല. മാത്രമല്ല, വേറൊരു ഭാഗത്തുനിന്ന് കൈ മാത്രമായിട്ട് ലഭിച്ചു, മറ്റൊരു ഭാഗത്തുനിന്ന് അരയ്ക്ക് താഴെയായിട്ട് കാലുകൾ മാത്രമായിട്ട് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വികൃതമായ രൂപത്തിലാണ് നമുക്ക് ഇതൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി അശോകൻ. എന്തായാലും താങ്കളും സുരക്ഷിതനായി തന്നെ ഇരിക്കട്ടെ. വടക്കൻ ജില്ലകളിൽ